ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ചുറ്റും ധാരാളം സസ്യങ്ങളുണ്ടല്ലേ? നമ്മൾ ശ്രദ്ധിക്കുന്നതും ശ്രദ്ധിക്കാത്തതും അങ്ങനെ പലതും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുമായ നമുക്ക് ചുറ്റും കാണുന്ന ഇതുപോലെയുള്ള സസ്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സെഗ്മെൻറ്റാണ് നമുക്ക് ചുറ്റും. നമുക്ക് ചുറ്റും എന്നുള്ള സെഗ്മെൻറ്റ് ഇന്ന് നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ലേഡീസ് കനകാംബരം എന്ന് പറയപ്പെടുന്ന ഈ പൂവിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. ഇതിൻ്റെ ശരിക്കുമുള്ള പേര് കനകാംബരം എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങളിലേക്ക് പോയാലോ? അപ്പോൾ സുഹൃത്തുക്കളെ, കൊസാന്ദ്ര ഇൻഫുണ്ടിബുലിഫോർമിസ് എന്നാണ് ഈ കനകാംബരത്തിൻ്റെ ശാസ്ത്രീയ നാമം. ഈ ചെടിയുടെ പൂക്കൾ മാല കോർക്കുന്നതിനായി തമിഴ്നാട്ടിൽ വളരെയധികം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സസ്യത്തിന് തമിഴിൽ കനകാംബരം എന്ന് പറയപ്പെടുന്നു, മറാഠിയിൽ ആബോലി എന്നും അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഇതിന് കനകാംബരം, ലേഡീസ് കനകാംബരം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചെടിക്ക് പേരെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ യെല്ലോ ഓറഞ്ച്, ലൂട്ടിയ യെല്ലോ, ഡൽഹി സെക്കാബുലീസ് റെഡ് എന്നിവയാണ് ഈ കനകാംബരത്തിൻ്റെ പ്രധാന ഇനങ്ങൾ. അതുപോലെ തന്നെ 1 മീറ്ററോളം ഹൈറ്റ് വരുന്ന ഈ ചെടിയുടെ പൂക്കൾ ക്ഷേത്ര ആവശ്യങ്ങൾക്കും മുല്ലയോടൊപ്പവും അല്ലാതെയും കോർത്ത് മുടിയിൽ ചൂടാനുമാണ് ഇന്ന് വ്യാപകമായും ഉപയോഗിക്കപ്പെടുന്നത്. വെള്ള, മഞ്ഞ, നീല എന്നീ നിറങ്ങളിലും ഈ പൂക്കൾ കാണപ്പെടാറുണ്ട്. ഈ ചെടി നട്ടു വളർത്തുന്നത് എങ്ങനെയെന്നാൽ നല്ലതുപോലെ വളക്കൂറുള്ള മണ്ണിലാണ് ഇതുണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വിത്തുണ്ട്, പരാഗണം വഴി ഉണ്ടാകുന്ന ഇതിൻ്റെ വിത്തും അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പിലും നമുക്ക് വേര് പിടിപ്പിച്ച് നടാൻ പറ്റുന്നതാണ്. നമ്മൾ വിത്ത് പാകി കിളിപ്പിക്കുന്ന ചെടിക്ക് ഏകദേശം 2 ഇല പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ച് നടാൻ പറ്റും. അതേപോലെ തന്നെ ഈ ചെടിക്ക് വളം ആവശ്യമാണ്. ജൈവവളമോ രാസവളമോ എന്ത് വളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വേനൽക്കാലത്ത് ഇത് ധാരാളം പൂവിടും. ഒരു 4-5 ദിവസം കൂടുമ്പോഴെങ്കിലും നനച്ചാൽ മതി. ഇത് വളരെയധികം പൂക്കൾ നമുക്ക് തരുന്നതായിരിക്കും. മറ്റുള്ള സസ്യങ്ങളെ പോലെ തന്നെ ഈ ചെടിയും കീടങ്ങൾ ആക്രമിക്കാറുണ്ട്. വെള്ളീച്ച, ശൽക്കകീടം, അതുപോലെ തന്നെ നിമാവിരകൾ ഇതെല്ലാം ഈ ചെടിയെയും ആക്രമിക്കാറുണ്ട്. ഫോസലോൺ പോലെയുള്ള കീടനാശിനികൾ ഉപയോഗിച്ച് വെള്ളീച്ച, ശൽക്കകീടം എന്നീ കീടങ്ങളെ നിയന്ത്രണ വിധേയമാക്കാം. അതേപോലെ തന്നെ ചെടി വാടി നശിച്ചു പോകുന്ന രോഗം വരുത്തുന്ന നിമാവിരകളെ നിയന്ത്രിക്കുവാൻ മണ്ണിൽ ഫോളേറ്റ് എന്ന കീടനാശിനി കലർത്തി നമുക്ക് ഉപയോഗിക്കാം. ചെടി നട്ട് ഏകദേശം 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂക്കുവാൻ തുടങ്ങും. അതേപോലെ തന്നെ വർഷം മുഴുവനും ഈ ചെടിയിൽ നിന്ന് നമുക്ക് പൂക്കൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ബൈ ബൈ, സീ യു സൂൺ.